ചേട്ടാ നമ്മുടെ പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. റെഡിയാണോ? ഞാൻ റെഡിയാണ്. ഓൾവേസ് അവര് റെഡിയാണോ? ഓൾറെഡി റെഡിയാണ്. അപ്പൊ എന്തായാലും ഒരു കിടിലൻ പെർഫോമൻസ് കാണാൻ റെഡി ആയിക്കോളൂ. ഇവിടെ പെർഫോമൻസ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു നമ്മുടെ സ്വന്തം സെബാമൂൺ. സൂപ്പർ കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ നടക്കാനൊക്കെ? നല്ല വെയിറ്റ് ഉള്ള അത്യാവശ്യം ഒരു 10-15 കിലോ വേണം. അത്ര ഉണ്ടാവോ? അതെ അതെ ഉണ്ടോ. പിന്നെ മുടിയുടെ മുടി ഒരു 4 കിലോ. അടിപൊളി കേട്ടോ, കാണാൻ സൂപ്പർ. അതെ, നല്ല ലുക്ക്. അപ്പൊ ഏത് വെറൈറ്റി ലുക്ക്. ചിലമ്പൊലിക്കാറ്റ്. അപ്പൊ ഒന്ന് ചിറ്റി അടിച്ചാട്ടെ. അപ്പൊ തുള്ളി തുള്ളിച്ചാട്ടെ. സിനിമ CID മൂസ. പാടിയത് ഉദിത് നാരായണൻ സാർ, സുജാത മാം. മ്യൂസിക് വിദ്യാസാഗർ സാർ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. വർഷം 2003. അപ്പൊ സെബക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ All the best. താങ്ക് യു. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിരിയടിച്ചാട്ടേ, മഴ
ഡാൻസേഴ്സ് കലക്കി. കോറസ് നൈസ്. സെബ മോൺകുട്ടി എന്താ? നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. ഭയങ്കര കളർഫുൾ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു സേ ലൈക്ക് ദാറ്റ്. കാരണം നല്ല കളർഫുൾ എന്ന് പറഞ്ഞാൽ ഈ 12K വിസ്താര മോഡൽ ഡ്രസ്സും ഡാൻസേഴ്സും എല്ലാം കൂടെ ഒരു നല്ലൊരു ഒരു വിരുന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. പിന്നെ നമ്മുടെ സുശാന്ത് എക്സ്പെർട്ടാണ് ഇതിന്റെയൊക്കെ. സുശാന്ത് ചെമ്പൈ മ്യൂസിക് സ്കൂളിൽ പഠിച്ചല്ലേ? മ്യൂസിക്കൽ എടുത്തേ. സുശാന്ത് പാടും. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു എഫക്ട്സ് ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ പല്ലവിയിലെ ശ്രുതി മോൾ അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവള് സന്തോഷമായിട്ട് ഒന്ന് പാടുകയായിരുന്നു. പക്ഷെ ശ്രുതി ഒരു പൊടി ഫ്ലാറ്റ് ആയിരുന്നു. ആ ശ്രുതി എന്നിട്ടാവും പാടിക്കുമോളെന്ന്. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചീട്ടിയടിച്ചാട്ടെ, ഒന്ന് ചീട്ടിയടിച്ചാട്ടെ. ശ്രുതി നന്നായിട്ട് വിട്ട്. ചിലമ്പൊലിക്കാറ്റേ. അല്ല കുറവാ. ചിലമ്പൊലിക്കാറ്റേ. അല്ല ചിലമ്പൊലിക്കാറ്റേ. ചിലമ്പൊലിക്കാറ്റേ ആ. ഒന്ന് ചീട്ടിയടിച്ചാട്ടെ, ആ. മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. അടുത്തത് ചിലമ്പൊലിക്കാറ്റേ ആ. ഒന്ന് ചീട്ടിയടിച്ചാട്ടെ, അവിടെ പോണു. ഒന്ന് ചീട്ടിയടിച്ചാട്ടെ, ആ. മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. മകരം മഞ്ഞാട മകരം മഞ്ഞാടയാ പുതിയും പൂമ്പാറ്റയെ, പുതിയും പൂമ്പാറ്റയെ കനവിൻ പുതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തിങ്കളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ, മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ. അതാണ്. മോൾ അറിഞ്ഞിട്ടില്ല, മോള് പാടിപ്പോയി. പക്ഷെ ഒരു പൊടി ഫ്ലാറ്റ് ആയിരുന്നു ത്രൂ ഔട്ട്. അത് മോളുടെ മിസ്റ്റേക്ക് ആണോ ഇന്ന് മോള് കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. പാടിയത് കറക്റ്റാണ്. സാധാരണഗതിയിൽ ഒരു കണ്ടസ്റ്റന്റിന് തെറ്റിപ്പോകുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനിലായിരിക്കും. ഒരു പോർഷനിൽ ചിലപ്പോൾ ശ്രുതി ചേർന്നില്ല എന്ന് വരും. ഇത് അങ്ങനല്ല, മൊത്തമായിട്ട് ആ പല്ലവിയില് ഒരു പൊടി ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. മോള് കേൾക്കുന്ന ആ സൗണ്ടിങ്, ആ ടോണ്, ആ ശ്രുതിയിലാണ് മോള് കേൾക്കുന്നത്. നമുക്ക് കേൾക്കുന്ന സൗണ്ടിങ് ചിലപ്പോൾ നമ്മൾ ആ സാ എന്നുള്ള സാ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ടങ്ങ് പോകും. അതുപോലെ തന്നെയാണ് അതിന്റെ എൻഡ്. അതുപോലെ മേഘച്ചെല്ലിലാണ് അക്ഷരം. വേനൽ കയ്യാൽ തൊട്ടാൽ അതെങ്ങനെ പാടിക്കേ ശ്രുതി എന്ന് പറഞ്ഞേ. വേനൽ കയ്യാൽ തൊട്ടാ പൊട്ടും. ഓക്കെ, വേനൽ കയ്യാൽ, വേനൽ കയ്യാൽ ആ വേനൽ കയ്യാൽ. ഓക്കെ, ഇന്ന് ഒരു ശകലം ഫ്ലാറ്റ് ആണ് ഇന്ന്. വേനൽ കയ്യാൽ, വേനൽ വേനൽ കയ്യാൽ തൊട്ടാൽ പൊട്ടും വിണ്ണ വിണ്ണക്കല്ലേ ഞാൻ, വിണ്ണക്കല്ലേ ഞാൻ. ആ, ഇത് രണ്ട് സ്ഥലത്തുണ്ട്. മൂളിപ്പാട്ടല്ലേ അവിടെ ഉണ്ട്. മോളറിയാതെ മോക്കൊരു പണി കിട്ടി, അത്രേ ഉള്ളൂ. കാരണം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മോള് ഡെഫിനറ്റ്ലി കറക്റ്റാണ്, പാടുന്ന കറക്റ്റാണ്. പക്ഷെ ഈ നോട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഏപ്രിൽ ലില്ലിപ്പൂവ് അതൊക്കെ കറക്റ്റായിരുന്നു. അപ്പൊ എന്തായാലും നല്ലൊരു പെർഫോമൻസ്, കാണാൻ കൗതുകമുള്ള ഒരു സ്റ്റേജും അതുപോലെ തന്നെ മോഡൽ ഡാൻസേഴ്സും എല്ലാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സെബാമോൻ മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിരുന്നു. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. വെച്ച സ്റ്റെപ്പുകളൊക്കെ അടിപൊളിയായിരുന്നു താങ്ക് യു സർ. കേട്ടോ. നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു ആ മൂവ്മെന്റിലൊക്കെ. എനിക്കും ഇതേ അഭിപ്രായമാണ്. കുറച്ച് ശ്രുതി ചേരാനുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഫസ്റ്റ് പല്ലവി. അനുപല്ലവിയിലും വലിയ കുഴപ്പമുണ്ടായില്ല. ചരണത്തിൽ പിന്നെയും ശ്രുതി പ്രശ്നം, ശ്വാസക്കാറ്റിൽ പല സ്ഥലങ്ങളിലും കുറച്ച് ഇന്നത്തെ ദിവസം എന്തോ ശ്രുതി എന്തോ പിണങ്ങി നിൽക്കുക. എന്തായാലും കൊള്ളാം. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സെബക്കുട്ടി, മൊത്തത്തില് ടോട്ടലി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മോള് പൊതുവേ ഒരു സൈലന്റ് നേച്ചറുള്ള ഒരാളാണ്. കുതിര മുമ്പ് പാടിയേക്കുന്ന എല്ലാം തന്നെ നല്ല സോഫ്റ്റ് സോങ്സ് ആയിരുന്നു. പക്ഷെ മോളെ ട്രൈ ചെയ്ത് മോളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനൊരു നല്ലൊരു കയ്യടി. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ ശ്രുതി കൂടാണ്ട് കുറച്ചൊരു ഹാപ്പിനെസ്സും കൂടെ അതിന്റെ ഇപ്പം ഉദിജിയായാലും സുജാ ചേച്ചിയുടെ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ട് ഒരു പ്ലേ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ പാട്ടിന്. അത് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കും നമ്മൾ അറിയാണ്ട് കൊടുത്ത് ഡാൻസ് ചെയ്ത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെയാണത്. ഇപ്പം ഈ പൊന്നി പൊന്നാരേ കണ്ണന്നിയല്ലേ കുറച്ച് ചിരിച്ച് കുറച്ചുകൂടെ ഒരു സന്തോഷം, മത്സരം എന്നുള്ളൊരു സംഭവം വിട്ട് നല്ല മെലഡി എല്ലാം പാടുന്ന കുട്ടിയാണ്. നല്ല സിംഗറാണ്. പക്ഷെ ഒരു എന്താ പറയാ, ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ, മകരം മഞ്ഞാടയാൽ പൊതിയും പൂമ്പാറ്റയാൽ കനവിൻ കണ്ണാടി അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു
ഒരു മോഡുലേഷനും ഒരു എവിടെ ഒതുക്കും ഒരു peppiness വേണം. പെപ്പിനെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി ചുറുചുറുക്ക്. കുറച്ചുകൂടെ ചുറുചുറുക്ക്, ഒരു സന്തോഷം പ്ലസ് റൊമാൻസ് എല്ലാം കൂടെ ചേർന്ന് അങ്ങനെ ഒരു ഹിറ്റ് സോങ് അല്ലേ ഇത്. CID മൂസ സിനിമയും ഉഗ്രൻ സിംഗറാണ്, ഉഗ്രനായിട്ട് പാടി. ഇനി കുറച്ചുകൂടെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഒരു പെപ്പിനെസ്സും കൂടെ കൊണ്ടുവന്നാൽ സൂപ്പർ ആക്കാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. Sebakuti, so today we are giving you 98 out of 100. താങ്ക് യു സർ. So, ആദ്യ ഒരു CID പൂക്കുറ്റി. കുട്ടി, കഴിഞ്ഞ 2 തവണ നമ്മൾക്ക് 100-ൽ 100 കിട്ടി. ഇപ്രാവശ്യം ഒന്ന് കുറച്ച് കുറഞ്ഞു. പക്ഷെ അടുത്ത റൗണ്ട് നമ്മൾ തിരിച്ചു പിടിക്കും അല്ലേ? വാക്കാണ്, അതെ, വാക്കാണ്. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ.